വിവാദത്തിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നു. ബിജെപിയുടെ സീൽ പതിച്ചത് ക്ലറിക്കൽ പിഴവാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അശ്രദ്ധ മൂലം സംഭവിച്ച പിഴവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ശക്തിക്കും സ്വാധീനിക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, എന്ത് അശ്രദ്ധയാണെന്നാണ്? അതായത് ആ പേജിൽ നേരത്തെ ഉണ്ടായിരുന്ന സീൽ എന്നതുപോലുമല്ല, അശ്രദ്ധ മൂലം ബിജെപിയുടെ സീൽ പതിപ്പിച്ചു എന്നാണോ പറയുന്നത്? മധു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ കേൽക്കർ, തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കറാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നത്. പിഴവ് നേരത്തെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ തൊട്ടു പിന്നാലെ തന്നെ ഈ സന്ദേശം അത് പിൻവലിച്ചു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് പറയുന്നത്. BJP കേരള ഘടകം ക്രിമിനൽ കുറ്റകൃത്യം സംബന്ധിച്ച് 2009 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ വിശദീകരണത്തിനൊപ്പം ഇങ്ങനെ ഒരു കത്ത്, ഈ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇപ്പോൾ പുറത്തു വന്ന വിവാദ കത്തും നൽകിയിരുന്നു. അതിൽ BJPയുടെ സീൽ പതിപ്പിച്ചിരുന്നു. ഈ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം അയച്ചപ്പോൾ അതിനൊപ്പം ഈ മാർഗനിർദ്ദേശങ്ങൾ കൂടി അയച്ചിരുന്നു. അത് BJP കൈമാറിയ മാർഗനിർദ്ദേശത്തിന്റെ പകർപ്പായിരുന്നു കൈമാറിയത്. അവിടെയാണ് ക്ലറിക്കൽ പിഴവ് സംഭവിച്ചത് എന്ന വിശദീകരണമാണ് നൽകിയത്. ഇത് പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് തിരുത്തിയെന്നും ഈ കാര്യം രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചുമെന്ന വിശദീകരണമാണ് നൽകുന്നത്. മാത്രവുമല്ല, ഈ തെറ്റായ ഈ സന്ദേശം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വന്ന പിഴവ് അത് പിൻവലിച്ച സാഹചര്യത്തിൽ അത് പ്രചരിപ്പിക്കരുതെന്ന അഭ്യർത്ഥന കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും CPM അടക്കമുള്ള ഇടതു പാർട്ടികളും ഈ വിശദീകരണം അംഗീകരിക്കുന്നില്ല, അത് തള്ളുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ BJPയുടെ സീൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെറ്റർ പാഡിൽ വന്ന ആ മാർഗനിർദ്ദേശത്തിൽ ഉണ്ടായത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തിൽ എന്തിനാണ് BJP സംസ്ഥാന ഘടകം സീൽ പതിപ്പിക്കുന്നത്? അങ്ങനെ സീൽ പതിപ്പിക്കാനുള്ള അധികാരം എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് എന്ന ചോദ്യമാണ് CPM കോൺഗ്രസും ഉയർത്തുന്നത്. മാധു, റോഷിമാലി, അതായത് ഇങ്ങനെ ഒരു പേപ്പർ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെയാണ് എങ്കിൽ പോലും ഈ ഒറിജിനൽ ഡോക്യുമെന്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ. BJP അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അവരുടെ പേപ്പർ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് എത്ര ബാലിശമായ ഒരു ആരോപണമാണ്. ഒരു സംവിധാനം അത് സുതാര്യമായാൽ മാത്രം പോരല്ലോ, സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് മറ്റുള്ളവരെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുക കൂടി വേണ്ടേ? മാധു, അങ്ങനെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു സന്ദേശം അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടി അയച്ച ഇമെയിൽ സന്ദേശമാണ്. ആ ഇമെയിലിൽ അടക്കം ചെയ്ത മാർഗനിർദ്ദേശങ്ങളിൽ തന്നെ BJPയുടെ സീൽ പതിച്ചു എന്നത് എത്രത്തോളം ഗൗരവം വർദ്ധിക്കുന്നത്, ആരോപണങ്ങൾ ഫലപ്പെടുത്തുകയാണ്. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്തുന്ന നിരവധി ആക്ഷേപങ്ങൾ ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. ആ ആരോപണങ്ങൾ ലോക്സഭയ്ക്കകത്തും ഉയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രമേയം ഉൾപ്പെടെ ലോക്സഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമടക്കം പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതും. അവിടെയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഇമെയിൽ സന്ദേശം അയക്കുമ്പോൾ അതിൽ BJPയുടെ സീൽ പതിച്ച മാർഗനിർദ്ദേശത്തിന്റെ പതിപ്പ് വെച്ചത്? കാരണം ഇതിന്റെ യഥാർത്ഥ പതിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുണ്ടല്ലോ. പിന്നീട് എന്തിനാണ് BJPയുടെ, അതും താമര ചിഹ്നത്തിലുള്ള BJPയുടെ സീലാണ്, അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലാണ് ആവശ്യം? 2019 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാർഗനിർദ്ദേശമാണ്. ആ മാർഗനിർദ്ദേശത്തിന്റെ പതിപ്പാണ് അയച്ചത്. അതിൽ അസ്വാഭാവികത CPMഉം കോൺഗ്രസും സംശയിക്കുകയാണ്. ഗൗരവത്തോടെയുള്ള ആരോപണങ്ങൾ അവർ ഉയർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ CPMഉം കോൺഗ്രസും ചോദ്യം ചെയ്യുകയാണ്. അവിടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസർ വിശദീകരണവുമായി വരുന്നത്. ഇത് പിഴവ് സംഭവിച്ചതാണ്, ക്ലറിക്കൽ പിഴവ് മാത്രമാണ്, അല്ലാതെ ഇതിൽ ഒരു തരത്തിലും ഒരു വ്യക്തികൾക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. പഴുതടച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന വിശദീകരണമാണ് വരുന്നത്. പഴുതടച്ച പ്രവർത്തനമാണെങ്കിൽ എങ്ങനെ ഗുരുതരമായി പിഴവ് സംഭവിച്ചു എന്ന മറുചോദ്യം കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ വിവാദം ദേശീയ തലത്തിൽ ആളിക്കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ദേശീയ തലത്തിലേക്ക് ദേശീയ നേതാക്കൾ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. നേരത്തെ ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ ഘട്ടത്തിലും SIR-ലടക്കം വലിയ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടതാണ്. പശ്ചിമ ബംഗാളിൽ വലിയ ആക്ഷേപങ്ങൾ അത് മുഖ്യമന്ത്രി തന്നെ ഉയർത്തിക്കൊണ്ടതാണ്. കേരളത്തിലും സമാനമായി SIR-നെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾ ഉയർന്നതാണ്. ബീഹാറിൽ SIR-നെതിരെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആക്ഷേപം ലോക്സഭയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത്. ഏതായാലും
ഈ സീൽ പതിച്ചതിലെ ദുരൂഹത ഇനിയും അതിൽ വ്യക്തത വരുത്തേണ്ടി വരും. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ ഈ വാർത്താക്കുറിപ്പ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും CPM-ഉം അത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. BJP നൽകിയ ഒരു കത്ത്, ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് സംബന്ധിച്ച് വിശദീകരണമായി ഇമെയിൽ സന്ദേശം അയക്കുന്നു. പക്ഷേ ആ ഇമെയിൽ സന്ദേശത്തിൽ അടക്കം ചെയ്യേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത്, അതിൽ എങ്ങനെ BJP-യുടെ ഔദ്യോഗിക സീൽ വന്നു എന്ന ചോദ്യമാണ്. അതിന് കൃത്യമായ ഉത്തരം നൽകാൻ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുന്നില്ല. മാധു, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. നോക്കൂ, നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താനും സംശയരഹിതമായി നടത്താനും വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ആളും അർത്ഥവും എല്ലാം കൊടുക്കുന്നത്. എത്രയേറെ പണം ചെലവഴിച്ച്, എത്രയേറെ സംവിധാനങ്ങളെ ഉപയോഗിച്ച്, നമുക്കറിയാവുന്നതാണ് പോലീസ്, അങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ കൂടി നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുക. അങ്ങനെ സർവ്വസന്നാഹങ്ങളും കൂടി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറപ്പെടുവിച്ച ഒരു രേഖ, അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അയക്കാൻ നേരത്ത് സ്വന്തമായി അതിന്റെ ഒരു പകർപ്പില്ല എന്ന് മാത്രമല്ല, അത് BJP അയച്ച ഫോട്ടോ അറിയാതെ അയച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന എത്ര ബാലിശമായ ആരോപണവും ന്യായീകരണവുമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അത് ദുരുപയോഗം ചെയ്യരുത്, അത് കൂടുതൽ പ്രചരിപ്പിക്കരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ആരാണ് ഒരു ഇലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചാൽ അത് അനുസരിക്കുക? ഇല്ല, ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ടിൽ വിശ്വാസം ഉണ്ടാകേണ്ടതും തിരഞ്ഞെടുപ്പിൽ വിശ്വാസം ഉണ്ടാകേണ്ടതും ഒക്കെ. അപ്പോൾ അത്രയും ഏറെ ആളുകൾക്കിടയിലേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് കടന്നൊരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന നിലയ്ക്ക് കുറഞ്ഞു കാണിക്കാൻ കഴിയുന്ന ഒന്നല്ല.